ജീവനോടെ കൊണ്ടുവരണോ കൊന്നു കൊണ്ടുവരണോ? അച്ഛൻ പറ, ഞാൻ അതുപോലെ ചെയ്തിരിക്കും. അങ്ങനെ പട മേടിച്ച് പന്തളത്തിൽ നിന്നപ്പോ അവിടെ ഒരു പ്രശ്നമില്ല. അത് നിന്റെ ലക്ക്. എന്താ കേറാ വണ്ടിയെ? എന്തിന്? ആദ്യം വണ്ടിയെ കേറാ. വിളിച്ചേ, ഇവനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞത്. വീട്ടിലേക്കൊന്നും ഞാനില്ല. പിന്നെ ഇങ്ങോട്ടും ഇല്ല. വീട്ടിൽ നിങ്ങൾ തല്ലി ഇറക്കില്ല. പിന്നെന്തിനാ? ഞാനാ പറഞ്ഞത് വണ്ടിയെ കയറാൻ. ഇനി വലിയേട്ടനല്ല, അച്ഛൻ വന്ന് വിളിച്ചാലും ഞാൻ വരില്ല. നീ വരില്ലല്ലേ? നിനക്ക് ആനപ്പാറിലെ പെണ്ണിനെ കെട്ടണമല്ലേ? കൊന്നുകളെ നിന്നെ ഞാൻ. കേറണം വണ്ടിയിലേക്ക്. വണ്ടി കയറാൻ. അയ്യോ അച്ഛൻ. വേണ്ട. എന്താ വാർത്തത്? അരിയല്ലേ? എനിക്കിങ്ങനെ അരിയനില്ല. 500 കുടുംബത്തിൽ ഇല്ല. അയാൾ അങ്ങോട്ട് വിടാൻ. എന്നെ കൊല്ലട്ടെ. വേണ്ട, അവരെ വിട്ടേക്ക്. വലിയ 500 പോലും. 500 ഇപ്പൊ എവിടെ പോയി 500 അഭിമാനം? വഴി കിടന്ന് തെരുവ് പട്ടികളെ പോലെ തമ്മിലടിച്ച് ചാകാനാണ് 500 മക്കളെ വിധിയെങ്കിൽ ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. ഇനി എന്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നിങ്ങള് അയാളടുത്തേക്ക് പോകണം. എന്നിട്ട് ഈ കല്യാണം നടത്താൻ അയാളോട് തന്നെ സഹായം ചോദിക്കണം. അന്ന് നമ്മുടെ കുട്ടിയുടെ കല്യാണം നടക്കാണ്ടാക്കിയത് അയാളല്ലേ? ഇന്ന് അവളുടെ കല്യാണം നടക്കുമ്പോ അയാൾ വരണം. പട്ടിയെ പോലെ വന്ന് കാവല് നിൽക്കണം. അയാള് വലിയ 500 മിക്കത്ത് എന്ന് കൈനീട്ടിയാൽ ചങ്കും പറിച്ചു കൊടുക്കുന്ന 500. ചെല്ലേ, ചെന്ന് ചോദിക്കേ. ഇപ്പൊ ചോദിച്ച് അവന്റെ ചങ്ക് പറിച്ചു തരാൻ അയാൾ തയ്യാറാവും. നിൽക്കണവിടെ. ആരുടെ ചോദിച്ചവനായി പഠിക്കാതെ കയറിയേ? ബാലരാമ, ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. പിന്നെ സംബന്ധം ആലോചിക്കാൻ വന്നായിരിക്കും. സഹായം ചോദിച്ചു വരുന്നവരെ 500 ആട്ടി പുറത്താക്കൂലെന്നാ കേട്ടിട്ടുള്ളത്. സഹായം വേണ്ട. അതെയും കൂടി ഏറ്റുകൂടെ. മുതലാളി, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണം.
എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങയുടെ മകൻ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചിരിക്കുക. അമ്മയ്ക്ക് മുതലാളിയെ തോപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ നിശ്ചയിച്ച് കല്യാണം പോലും തടഞ്ഞിട്ട് അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവുക. എന്നാലും ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം തന്നെ നടത്തണമെന്നാ ഞങ്ങൾക്ക്. പിന്നെ അമ്മയവനും തടയാൻ വന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മുതലാളി ഞങ്ങളോട് ഒന്നും ചോദിക്കരുത്. വേണ്ട, നിങ്ങൾ അവനോടൊന്നും ചോദിക്കണ്ട. ചോദ്യമൊക്കെ ഞാൻ ആയിക്കോളാം. നിങ്ങൾക്ക് ആ കല്യാണം നടത്തി കിട്ടിയാ പോരെ, അത് ഞാൻ നിന്ന് നടത്തി തരും. ബാലരാമ, ലോകത്തിൽ ആരുടെ മുമ്പിൽ തോറ്റാലും അവന്റെ മുമ്പിൽ തോക്കാൻ പാടില്ല. തോറ്റാൽ പിന്നെ 500 ഇല്ല. ഇവിടെ പോയി നിങ്ങൾ അച്ഛന്റെ പകയും പ്രതികാരം പദവിയൊക്കെ വലിയ 500 500. സ്വന്തം മകനെ തോപ്പിക്കാൻ വേണ്ടി അവരുടെ കല്യാണത്തിന് കാവല് നിൽക്കാൻ പോണു. കാവല് നിൽക്കാൻ നിങ്ങളുടെ അച്ഛനാരാ? ഗൂർക്കയോ? ഓല്ല പിന്നെ. ഈ സമയത്താണ് ചൂടാവണത്. ചൂടാവാൻ പിന്നെ സമയകാലൊക്കെ ഉണ്ട്. എന്നാ ഞാൻ സമയമൊക്കെ ഉണ്ട് എഴുതിത്താ. മറ്റു കൊല്ലും ഞാൻ. തളർന്നിരിക്കുമ്പോ എന്നെ കൊണ്ട് അക്രമം ചെയ്യിപ്പിക്കില്ലേ? അല്ല, അതെ, സ്വന്തം മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാത്ത ആ മനുഷ്യൻ എന്ത് അവകാശം ഉണ്ടായിട്ട് ആനപ്പാറയിലെ ആ പെണ്ണിന്റെ കല്യാണം നടത്താൻ പോണേ? എന്റെ പൊന്നു കൊച്ചമണി, കുറെ നേരമായല്ലോ നീ കിടന്ന് കാറണേ. കാറും ഇനിയും കാറും. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. തൽക്കാലം പുറത്തുനിന്ന് സങ്കടം എടുക്കണില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ സങ്കടമുണ്ട്. പുറത്തുനിന്ന് എടുക്കുമ്പോ ഞാൻ നിന്നോട് പറയാം. ഇത് വലിയ മാരണായില്ലോ. എടാ രാമഭദ്ര, നീ ഇങ്ങനെയുടെ വാക്കും കേട്ടോണ്ടിരുന്ന ആയുഷ്കാലം മുഴുവനും നീ ഇങ്ങനെ ഈ ഇരിപ്പിരിക്കേണ്ടി വരും. എടാ, നമുക്ക് പോണോടാ. അച്ഛനല്ല ഏത് കൊലകൊമ്പം വന്നാലും നമുക്ക് പോയി ആ കല്യാണം മുടക്കണം. നീ ആ പെണ്ണിനെ കെട്ടണം. ഇതാരാണ് ഈ നേരത്ത്? അച്ഛനോ മറ്റോ ആണോ? നിന്റെ അച്ഛനും എന്റെ മക്കളും കൂടി ഇപ്പോ ഒന്നായിരിക്കുകയാണ്. ഇനി അവരെ തോൽപ്പിക്കണമെന്നും നിന്റെ അച്ഛനെ തോൽപ്പിക്കണമെന്നും എനിക്കില്ല. എനിക്കെന്റെ കുട്ടിയുടെ ജീവിതമാണ് വലുത്. അവൾക്ക് വേണ്ടി നിന്റെ കാല് ഞാൻ പിടിക്കുകയാണ്. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വരും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ അവളെ ആ കല്യാണ പന്തലിലേക്ക് അയക്കണത്. നീ അവളെ ചതിക്കരുത്. അമ്മ ഈ പറഞ്ഞിട്ട് പോയതൊക്കെ നീ വിശ്വസിച്ചോ? അവളെ നിനക്ക് കെട്ടിച്ചേരും നീ വിചാരിക്കുന്നുണ്ടോ? നിന്നെയും നിന്റെ അച്ഛനെയും തമ്മി തല്ലിക്കാനാ അമ്മ ഈ ഉറക്കം കളഞ്ഞ് നടക്കുന്നത്. അല്ല, നിന്നെ കൊണ്ട് കെട്ടിക്കാനൊന്നും അല്ല. എടാ, ഈ അമ്മയും കൂടെ കൂട്ടിയേർന്നിട്ടാ ഇപ്പൊ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. അതറിയാവോ നിനക്ക്? നിന്നോട് അവളുടെ കഴുത്തി താലി കെട്ടാൻ വരണമെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ? ഇതേ അമ്മ തന്നെയാ നിന്നെ തടയാൻ നിന്റെ അച്ഛന്റെ സഹായം ചോദിപ്പിച്ചത്. എടാ, ഇത് അടവാണ്. നിനക്ക് അവളെ കിട്ടുമെന്നായപ്പോ എവന്റെ ചേട്ടന്മാര് പുതിയ അടവായിട്ട് അവനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കെട്ടാനും കെട്ടിക്കാനും ഒക്കെ ഞങ്ങൾക്കറിയാം. ഇറങ്ങിപ്പോടാ രാമദ്ര, ഇറങ്ങിപ്പോടാ പുറത്ത്. ഇറങ്ങിപ്പോടാ പട്ടി. മൂക്കിടിച്ചാൻ പരത്തികളെയും പന്നി. സഹോദര, എടാ, നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടോ നിനക്ക് എന്തെങ്കിലും പറ്റിയ വിഷമം ഉണ്ടായിട്ടൊന്നും അല്ല ഞാനിവിടെ ഒന്ന് ഇതൊക്കെ പറഞ്ഞത്. നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു പെണ്ണെന്റെ വീട്ടിലുണ്ട്. അവള് പറഞ്ഞിട്ടാ നിങ്ങൾ അച്ഛനും മക്കളും വെട്ടിച്ചാരുമെന്ന് പറയാം. പിന്നെ അവള് ജീവിച്ചിരിക്കില്ലാന്ന് പറയാം.